വിക്രമാദിത്യൻ വേതാളത്തെ വീണ്ടും വരിഞ്ഞുകെട്ടി ചുമന്നുകൊണ്ടുവന്നു. അവൻ മറ്റൊരു കഥ പറഞ്ഞു തുടങ്ങി. മിഥിലാപുരിയിൽ ഗുണദീപൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. രാജാവിനെ സമീപിച്ച് എന്തെങ്കിലും ഒരു ജോലി കരസ്ഥമാക്കണമെന്ന ലക്ഷ്യത്തോടെ ചന്ദ്രവർമ്മൻ എന്ന രജപുത്ര യുവാവ് അവിടെ എത്തിച്ചേർന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അയാൾക്ക് രാജാവിനെ നേരിൽ കാണുവാൻ കഴിഞ്ഞില്ല. സേവകന്മാർ അയാളെ അതിനനുവദിച്ചില്ല. കുറെ കാലം കഴിഞ്ഞു. ചന്ദ്രവർമ്മൻ പട്ടിണിയുടെ വക്കത്തായി. ശരീരം ശോഷിച്ചു. എന്തെങ്കിലും ഒരു പണി കിട്ടിയില്ലെങ്കിൽ മരണം ഉടനുണ്ടാവുമെന്ന് അയാൾ മനസ്സിലാക്കി. ഒരു ദിവസം രാജാവ് കുതിരപ്പുറത്ത് കയറി നായാട്ടിനായി പോയി. ഒരു കുതിരയെ എങ്ങനെയോ നേടിയെടുത്ത് ചന്ദ്രവർമ്മനും രാജകിങ്കരന്മാരുടെ കൂട്ടത്തിൽ കൂടി. രാജാവിന് വനമധ്യത്തിൽ വെച്ച് വഴിതെറ്റി. അദ്ദേഹം ഒറ്റയ്ക്കായി. പക്ഷെ ചന്ദ്രവർമ്മൻ മാത്രം അദ്ദേഹത്തെ ഉപേക്ഷിച്ചില്ല. കിങ്കരന്മാർ വനത്തിന്റെ മറ്റൊരു ഭാഗത്തായി പോയി. ചന്ദ്രവർമ്മൻ രാജാവിനോട് പറഞ്ഞു, പ്രഭു, അങ്ങയുടെ അനുചരന്മാർ വേർപെട്ടിട്ടും അടിയൻ അങ്ങയോടൊപ്പമുണ്ട്. എന്തു വേണമെന്ന് ആജ്ഞാപിച്ചാലും അടിയൻ സന്നദ്ധനായിരിക്കുന്നു. രാജാവ് അവനെ സൂക്ഷ്മമായി ഒന്ന് നോക്കി. നീ മാത്രമെങ്കിലും എന്റെ രക്ഷയ്ക്കായി ഇവിടെ നിന്നല്ലോ. അദ്ദേഹം ആശ്വസിച്ചു. അല്പസമയത്തിന് ശേഷം രാജാവ് അവനോട് കൽപ്പിച്ചു, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഭക്ഷണത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുക. കാട്ടിൽ ഭക്ഷണം സുലഭമാണല്ലോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് ചന്ദ്രവർമ്മൻ അവിടെ നിന്നും പോയി. അയാൾ ഒരു മാനിനെ കൊന്നു. കല്ലുകൾ കൂട്ടി തീയുണ്ടാക്കി. കാട്ടുകമ്പുകളിൽ തീ പടർന്നു പിടിച്ചു. മാനിറച്ചി അയാൾ പാകപ്പെടുത്തി ഭക്ഷണത്തിന് വേണ്ടും വിധം സജ്ജമാക്കി രാജസന്നിധിയിൽ സമർപ്പിച്ചു. രാജാവ് ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു വിശപ്പടക്കി. ബാക്കിയുള്ളത് ചന്ദ്രവർമ്മനും ഭക്ഷിച്ചു. നിന്റെ സേവനത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നമുക്ക് എത്രയും വേഗം കൊട്ടാരത്തിലെത്തണം. അംഗരക്ഷകൻ നീ തന്നെ ആയിക്കൊള്ളട്ടെ. അവർ രാജകൊട്ടാരത്തിലെത്തി. എവിടെയെല്ലാമോ അലഞ്ഞ് അവസാനം കിങ്കരന്മാരും അവിടെ മടങ്ങിയെത്തി. രാജാവ് ചന്ദ്രവർമ്മന് വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി അവനെ സന്തോഷപ്പെടുത്തി. മാത്രമല്ല തന്റെ സ്വന്തം അംഗരക്ഷകനായി അവനെ നിയമിക്കുകയും ചെയ്തു. ഒരു ദിവസം എന്തോ കാരണത്താൽ രാജാവ് ചന്ദ്രവർമ്മനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു. അയാൾ അവിടെ ഒരു പുരാതന ക്ഷേത്രം കാണുകയുണ്ടായി. ഭക്തിപൂർവം പ്രവേശിച്ച് അയാൾ പ്രാർത്ഥന നടത്തി. പിന്തിരിയവേ അതിസുന്ദരിയായ ഒരു യുവതി അയാളെ സമീപിച്ചു. അവൾ ചോദിച്ചു, താങ്കൾ ആരാണ്? എന്തിനിവിടെ വന്നു? ചന്ദ്രവർമ്മൻ അവളെ സൂക്ഷ്മമായി നോക്കി. ഇങ്ങനെയൊരു ലാവണ്യം, സൗന്ദര്യം അയാൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ചോദ്യത്തിന് ഉത്തരം വേണമല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ സുഖമന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഭവതിയുടെ ഈ മാദക സൗന്ദര്യം എന്നെ എന്തെന്നില്ലാതെ ആകർഷിച്ചിരിക്കുന്നു. യുവതി മന്ദഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോട് എന്തെങ്കിലും അഭിനിവേശമുണ്ടെങ്കിൽ ആദ്യമായി ഞാൻ പറയുന്നത് അനുസരിക്കുക. അങ്ങുടനെ ആ കാണുന്ന പൊയ്കയിൽ പോയി മുങ്ങിക്കുളിച്ചു വരിക. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സുന്ദരിയിൽ ആകൃഷ്ടനായ അവൻ അവൾ പറഞ്ഞതനുസരിച്ച് അതിവേഗം പൊയ്കയിലിറങ്ങി മുങ്ങി. എന്തൊരത്ഭുതം! പൊയ്കയിൽ മുങ്ങി അവൻ കൊട്ടാരത്തിനടുത്തുള്ള അവന്റെ അറയിൽ ചെന്നെത്തിയിരിക്കുന്നു. വിസ്മയം കൊണ്ട് അയാൾ മതിമറന്ന് നിന്നുപോയി. എന്നിട്ട് പുതുവസ്ത്രങ്ങൾ ധരിച്ച് രാജസന്നിധിയിലെത്തി എല്ലാ വിവരങ്ങളും രാജാവിനെ ധരിപ്പിച്ചു. രാജാവ് പറഞ്ഞു, അത്ഭുതകരമായ വിശേഷം. നമുക്കും ഇതൊന്ന് അനുഭവിക്കണം. നമുക്ക് ആ ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം. രണ്ടുപേരും യാത്ര ചെയ്ത് പുരാതനമായ ആ ക്ഷേത്ര സന്നിധിയിലെത്തി. ക്ഷേത്രത്തിനകത്ത് കയറി ഇരുവരും പ്രാർത്ഥിച്ചു. രാജാവ് ആദ്യം പുറത്തേക്ക് ഇറങ്ങി. ചന്ദ്രവർമ്മൻ നേരത്തെ സൂചിപ്പിച്ച സുന്ദരിയായ യുവതി രാജാവിന്റെ മുന്നിൽ പരിചാരികയോടൊപ്പം നിലകൊണ്ടു. കൗതുകത്തോടെ രാജാവ് അവളെ നോക്കി. പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമായ രാജാവിനെ കണ്ട് ആ സുന്ദരിയും അത്ഭുത സ്തബ്ധയായി നിന്നുപോയി. രാജാവ് അവളെ അത്രമാത്രം ആകർഷിച്ചിരിക്കുന്നു. അവൾ മൊഴിഞ്ഞു, പ്രഭു, അങ്ങ് ആജ്ഞാപിക്കുന്നത് എന്തും ചെയ്യുവാൻ അടിയനിതാ സന്നദ്ധയായിരിക്കുന്നു. അങ്ങ് അരുളി ചെയ്താലും. രാജാവ് പറഞ്ഞു, ഞാൻ പറയുന്നതെന്തും നീ അനുസരിക്കുമോ? അവൾ പറഞ്ഞു, തീർച്ചയായും. രാജാവ് പറഞ്ഞു, എങ്കിൽ ഞാനിതാ ആജ്ഞാപിക്കുന്നു. നമ്മുടെ അംഗരക്ഷകനായ ചന്ദ്രവർമ്മനെ നീ ഭർത്താവായി സ്വീകരിക്കുക. തരുണി ആകെ കുഴങ്ങിപ്പോയി. അവൾ പറഞ്ഞു, അങ്ങയുടെ ഗാംഭീര്യവും സൗന്ദര്യവും എന്നെ വിസ്മയിപ്പിക്കുന്നു. അങ്ങയെയല്ലാതെ മറ്റൊരു പുരുഷനെ സ്വീകരിക്കുവാൻ എനിക്കാവില്ല. രാജാവ് പറഞ്ഞു, സത്യലംഘനം പാടില്ല. നീയല്ലേ നമ്മുടെ ഏതാജ്ഞയും അനുസരിക്കാമെന്ന് പറഞ്ഞത്? ഈ നിമിഷം നമ്മുടെ അംഗരക്ഷകനെ ഭർത്താവായി സ്വീകരിക്കുവാൻ ഞാൻ ആജ്ഞാപിക്കുന്നു. മറ്റു മാർഗമൊന്നുമില്ലാതെ അവൾ ചന്ദ്രവർമ്മനെ സ്വീകരിക്കുവാൻ സന്നദ്ധയായി. ഗന്ധർവ വിധിപ്രകാരം അവരുടെ വിവാഹം അവിടെ വെച്ച് നടക്കുകയും ചെയ്തു. രാജാവ് അവരെ തന്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. കഥ പറഞ്ഞവസാനിപ്പിച്ച് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, പ്രഭോ, രാജാവും സേവകനും രണ്ടുപേർ. ഇവരിൽ ആർക്കാണ് ഗുണമേന്മ കൂടുതൽ? വിക്രമാദിത്യൻ പറഞ്ഞു, തീർച്ചയായും സേവകൻ തന്നെ ഉത്തമൻ. വേതാളം വീണ്ടും ചോദ്യം ചോദിച്ചു,
അതിസുന്ദരിയായ ഒരു യുവതി തന്നെ വേളി കഴിക്കുവാൻ സമ്മതിച്ചുവെങ്കിലും അത് നിരസിച്ച് അംഗരക്ഷകന് അവളെ നൽകാൻ തീരുമാനിച്ച രാജാവിന്റെ ത്യാഗമല്ലേ വലുത്? വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു, സേവകർക്ക് എന്തെങ്കിലും ആനുകൂല്യം നൽകുന്നത് രാജാവിന്റെ കടമയാണ്. അതിൽ ഒരു മേന്മയും അവകാശപ്പെടാനില്ല. പക്ഷേ തന്റെ താൽപ്പര്യങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരുവന് സർവവും സമർപ്പിക്കുവാൻ ശ്രമിക്കുന്നവന്റെ ഗുണമാണ് ഏറ്റവും വിശിഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് സേവകൻ തന്നെ മികച്ചവൻ. ഉത്തരം കേട്ട മാത്രയിൽ വേതാളം ബന്ധവിമുക്തനായി പഴയ മുരുക്കുമരത്തിൽ ചെന്ന് തൂങ്ങിക്കിടപ്പായി.